അരുൺ ചേട്ടൻ ആൾക്കാർ ഇങ്ങനെ മോശം പറയുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്കെന്ത് തോന്നിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, ചേട്ടൻ അത് കാഷ്വലി ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ ടോക്കിൽ സംസാരിക്കുന്ന പോലെ സംസാരിച്ചായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു ശരി നിൻ്റെ വീട്ടുകാർ ഇത് കണ്ടായിരുന്നു? അവർ കണ്ട് അങ്ങനെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ മലയാളത്തിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് അരുൺ ജെ. അതായത് ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എങ്ങനെ കോമഡി ക്രിയേറ്റ് ചെയ്യാന്നുള്ള രീതിയിലുള്ള കണ്ടന്റ് ആണ് പുള്ളി കൊണ്ടിരുന്നത്. ഇപ്പൊ കറന്റ് സമൂഹത്തിൽ നടക്കുന്ന ഇഷ്യൂസ് ഒക്കെ കോമഡി ആയിട്ട് അവതരിപ്പിക്കുക, പുള്ളിയുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ കോമഡി ആയിട്ട് അവതരിപ്പിക്കുക, പുള്ളിയുടെ കണ്ടന്റ് കൊണ്ട് മറ്റുള്ളവരെ മാക്സിമം ചിരിപ്പിക്കുക, അതാണ് പുള്ളി ചെയ്യുന്നത്. പുള്ളിക്ക് സപ്പോർട്ടായിട്ട് പുള്ളിയുടെ അച്ഛൻ, അമ്മ, പെങ്ങള്, ഒരു ഫാമിലി മുഴുവനുണ്ട്. കഴിഞ്ഞ ദിവസം പുള്ളിയുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് പുള്ളിയുടെ വായിൽ നിന്ന് വീണ ഒരു വാക്ക് അറം പറ്റിയെന്ന് തന്നെ പറയാം. പുള്ളിനെ നല്ല രീതിയിൽ ആളുകൾ എയറിലാക്കി. പുള്ളി എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് നമുക്ക് ആ വീഡിയോ നോക്കാം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വെഡ്ഡിങ് സാരി എടുക്കാൻ പോയി എന്നുള്ള സംഭവങ്ങളെ. അപ്പം അത് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാനിങ്ങനെ വന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഇൻട്രോയിൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് റോങ് ഇൻറ്റൻഷനോട് പറഞ്ഞതല്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടോക്കിൻ്റെ ഇടയിൽ ഒരു തമാശ രൂപേണ അങ്ങ് പറഞ്ഞു പോയ ഒരു കാര്യമാണ്. അതായത് പെണ്ണ് വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നു, അവരൊക്കെ കണ്ട് എല്ലാം ഇഷ്ടമായി. അങ്ങനെ നമ്മൾ പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നത് ഞാൻ പറഞ്ഞു. സത്യം പറയുവാണെങ്കിൽ എനിക്കുണ്ടായിട്ടുണ്ട് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കോമഡി പറഞ്ഞിട്ട് ഏറിപ്പോയ അവസ്ഥ. പുള്ളിയുടെ പെണ്ണു വീട്ടുകാരും ഒക്കെ ആയിട്ട് ഒരു ബ്ലോഗ് എടുത്തു. ആ ബ്ലോഗിൽ ഒരു കോമഡി പറഞ്ഞു, അതാണ് ഇഷ്യൂ ആയത്. മറ്റുള്ളവർ അത് സീരിയസ് ആയിട്ട് എടുത്തു. മറ്റുള്ളവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. മാരേജ് എന്ന് പറയുന്ന ഒരു കോമഡി അല്ല, അത് കോമഡി വൽക്കരിച്ചത് ഈ പുള്ളിയാണ്. പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത് രാജമാണിക്യത്തിലെ മമ്മൂട്ടി പോത്ത് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് പറയുന്ന ഒരു ഡയലോഗാണ്. ഇങ്ങോട്ട് വിളിച്ചു വരുത്തി നല്ല പൊളപ്പ 30 ചെമ്പ് ബിരിയാണി വെച്ച് തീറ്റിച്ചിട്ടാണ് ഞാൻ 30 ചെമ്പ് ബിരിയാണി എന്നോടൊക്കെ. അതിൽ 30 ചെമ്പ് ബിരിയാണി ഞാനത് കേട്ടത് മുക്കാച്ചെമ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ രീതിക്കാണ് പറഞ്ഞു പോയത്. ഇത് പെട്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു കോമഡി ആയിട്ട് നമുക്ക് തോന്നത്തില്ല. ഒരു വീഡിയോയിൽ ബ്രോ ഇങ്ങനെ ഇരുന്നിട്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കാര്യം പറയുമ്പോഴത്തേനും, അതായത് പെണ്ണുവീട്ടുകാർ കഴിച്ച കാര്യമൊക്കെ പറയുമ്പോഴത്തേനും ആളുകളുടെ മൈൻഡ് വല്ലാത്ത രീതിയിലാവും. ഇയാൾ എന്താണ് പറയുന്നത് തോന്നും. അത് ആരുടെയും പ്രശ്നമല്ല. സത്യം പറയുവാണെങ്കിൽ പുള്ളി ഈ കാര്യം മോശമായിട്ടുള്ള ഒരു ഇന്റൻഷനിൽ പറഞ്ഞതല്ല. ഈ സിറ്റുവേഷൻ അനുഭവിച്ച ആൾക്കാർക്ക് അറിയാം പുള്ളി പറഞ്ഞത് എങ്ങനെയാണെന്ന്. ഇപ്പൊ മൃഗങ്ങളുടെ കാര്യമായിട്ട് ഇത് പറയുവാണെങ്കിൽ ഒരു കോമഡി ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ മനുഷ്യന്റെ കാര്യം പറയുമ്പോഴത്തേനും ഒരു വിവാഹം എന്ന് പറയുന്നത് കോമഡി അല്ലല്ലോ, സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. ഒരു വിവാഹത്തിന്റെ വീഡിയോ ഒക്കെ എല്ലാവരും സീരിയസ് ആയിട്ടാണ് ഇരുന്ന് കാണുന്നത്, അല്ലാതെ കോമഡി ആയിട്ടല്ല. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ കോമഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും കോമഡി ആയിട്ട് എടുക്കത്തില്ല. അത് സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വീഡിയോ ആയിരുന്നു. പുള്ളി ആ സമയത്ത് ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു കോമഡി പറഞ്ഞാണ്, മനസ്സിലൊന്നും വെച്ചോണ്ട് പറഞ്ഞതല്ല. മാത്രമല്ല പെണ്ണു വീട്ടുകാരുമായിട്ട് മുമ്പ് പരിചയം ഉണ്ടായിരുന്നു, അവരുമായിട്ട് നല്ല ലോക്യമാണ്, അതൊക്കെ വെച്ചോണ്ട് പറഞ്ഞാണ്. വീഡിയോ കാണുന്ന ആളുകൾക്ക് അതൊന്നും അറിയത്തില്ലല്ലോ. അവർ നോക്കുമ്പോഴത്തേനും പുതിയൊരു കല്യാണം കഴിക്കാൻ പോകുന്നു, പെണ്ണു വീട്ടുകാരെ അവമാനിച്ചു, അവർ കഴിച്ച ഫുഡിന് വരെ കണക്ക് പറഞ്ഞു. അങ്ങനെയാണ് ആളുകൾ കമന്റ് ബോക്സിൽ പറയുന്നത്. ഒരാൾ നല്ല ഉദ്ദേശത്തോടു കൂടി പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം വേറൊരാൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിന് വേറെ രീതിയിലാവും. ഓക്കെ, ഞാൻ പറഞ്ഞതിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിപ്പോയി, അതാണ് സംഭവിച്ചിരിക്കുന്നത്. വലിയ സാമ്പത്തികം ഇല്ലാത്തൊരു ഫാമിലി ജനിച്ചിട്ട് അവന്റെ അധ്വാനം കൊണ്ട് അവൻ ഈ നിലയിലായി. ആദ്യമൊക്കെ ഇവരുടെ വീഡിയോ കണ്ടവർക്കറിയാം, ചെറിയൊരു വീടൊക്കെ ആയിരുന്നു. ഇപ്പൊ അവൻ പുതിയ വീടൊക്കെ വെച്ചു, നല്ല നിലയിൽ തന്നെയാണ്. ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ പൈസയും കൊണ്ടാണ് ഈ നിലയിലായത്. ഇപ്പൊ കമന്റ് ബോക്സിൽ ആളുകൾ പറയുന്നുണ്ട് വന്ന വഴി മറക്കുന്നതെന്നൊക്കെ. അവൻ വന്ന വഴി ഒന്നും മറന്നിട്ടില്ല. കാരണം എല്ലാവർക്കും അബദ്ധം പറ്റും. അവന്റെ പെണ്ണു വീട്ടുകാർക്ക് അവനെ ശരിക്കും അറിയാം. അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, കോമഡി ആയിട്ട് പറഞ്ഞാണ്. അവന്റെ സ്വഭാവം എല്ലാം അവർക്ക് അറിയാവുന്നതാണ്. അല്ലെങ്കിൽ എന്താ പഴയ ബന്ധുക്കളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു എന്നും, പിന്നെ എന്താ പറയുക, ഒരുപാട് പിന്നെ മെച്യൂരിറ്റി ഇല്ലാതെ ഞാൻ സംസാരിച്ചു എന്നും, പൊളൈറ്റ് അല്ലാതെ സംസാരിച്ചു എന്നും, പിന്നെ മര്യാദ കുറച്ചൊക്കെ ആവാം, പിന്നെ അങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാനിത് ഇപ്പോഴെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വലിയൊരു തെറ്റുകാരനാണ്. ഞാൻ അങ്ങനത്തെ ഒരു ദുരുദ്ദേശം ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ആരെയും കൊച്ചാക്കണമെന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ കഴിച്ചതിൻ്റെ പ്ലേറ്റിൻ്റെ തൂക്കവും കട്ടിയെടുത്തിട്ട് ഇത് മുക്കാച്ചെമ്പാണോ അരച്ചെമ്പാണോ എന്നുള്ളത് കൃത്യമായിട്ട് തൂക്കി എണ്ണി പറഞ്ഞതൊന്നുമല്ല. അത് ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയത്. പല ആളുകളും പറയുന്നുണ്ട് അവൻ പറഞ്ഞ മോശമാണെന്ന്. പെണ്ണുവീട്ടുകാർക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അവർക്ക് അവനെ അറിയാം. അവനെ വിമർശിക്കുന്നവരെ ഞാൻ ഒരിക്കലും തെറ്റ് പറയത്തില്ല. പക്ഷെ മോശമായിട്ടുള്ള രീതിയിൽ കമന്റ് ഇടുന്നവരുണ്ട്. അവൻ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞെങ്കിൽ നമുക്ക് അവനോട് ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കാം മാന്യമായിട്ടുള്ള രീതിയിൽ. നിങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്, അതിന്റെ റീസൺ ഒന്ന് വെളിപ്പെടുത്താവുന്ന. അവൻ അതിന് എക്സ്പ്ലനേഷൻ തരാൻ പറ്റത്തില്ലെങ്കിൽ അവൻ അത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞാണെങ്കിൽ നമുക്ക് അവനെ എങ്ങനെ വേണമെങ്കിലും വിമർശിക്കാം. അല്ലാതെ ഇനിയും പോയി കുറ്റപ്പെടുത്തിയിട്ട് നീ അങ്ങനെ വളർന്നവനല്ലടാ, ഇങ്ങനെ വളർന്നവനല്ലടാ, ഇപ്പൊ ഇങ്ങനെ ആയതല്ലേ, അതിന്റെ ഒരു ജാടയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ, നിങ്ങൾ എന്നെ ഇത്രയും കാലം കാണുന്നതാണ്. നിങ്ങൾ എൻ്റെ നല്ല വശങ്ങൾ, മോശം വശങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ പല ഭാവങ്ങൾ, പല എക്സ്പ്രഷൻ, അങ്ങനെ എല്ലാ രീതിയിലും എന്നെ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഒരു രാത്രി കൊണ്ട് ഞാനിങ്ങനെ അഹങ്കാരം പിടിച്ച് അല്ലെങ്കിൽ ഒരു മോശം വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം വളർന്ന ഒരാളാണെന്ന്, അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു മോശം ഒരു മൃഗമായിട്ട് മാറിയെന്ന് നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നിയാൽ? അപ്പം ഞാൻ മനഃപൂർവ്വം ആരെയും ബഹുമാനം കുറച്ചോ അല്ലെങ്കിൽ അവരെ താഴ്ത്തി കിട്ടുന്ന രീതിയിൽ സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരാളും അല്ല. അപ്പം എനിക്ക് എൻ്റെ ഫാമിലി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഇനി വരുന്ന എൻ്റെ ഫ്യൂച്ചർ ഫാമിലി. എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് ഇതൊരു കച്ചവടമല്ല എന്നും, ഇതൊരു ചടങ്ങല്ല എന്നും, ഇത് പുതിയ ബന്ധങ്ങളാണെന്നും, ഇത് പുതിയ ജീവിതമാണ് എന്നുള്ളതിന് വ്യക്തമായി എനിക്ക് ബോധ്യമുണ്ട്. അപ്പം ആ സമയത്ത് ഞാൻ ഒരുപക്ഷെ പറയേണ്ടിയിരുന്നത് ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടിയിരുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആ കല്യാണം അങ്ങ് ഉറപ്പിച്ചു എന്ന് വേണം പറയേണ്ടിയിരുന്നത്.
വിവാഹം പോലത്തെ ഒരു മംഗളമായ ഒരു പവിത്രമായ ഒരു കാര്യത്തെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. എൻ്റെ രായമാണിക്യം സംഭവിച്ചു പോയി, എന്ത് ചെയ്യാം? സത്യം പറയുവാണെങ്കിൽ ആരുടെയും ഔദാര്യമല്ല അവന്റെ ഈ വളർച്ച. അവൻ സ്വയം കഷ്ടപ്പെട്ടിട്ട് നേടിയെടുത്തതാണ്. അതിന്റെ ക്രെഡിറ്റ് അവനും അവന്റെ ഫാമിലിക്കുമാണ്, വേറെ ആർക്കും അല്ല. ആളുകൾ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്, നേരത്തെ പാവപ്പെട്ട ഒരാളായിരുന്നു, അപ്പൊ സ്വഭാവം നല്ലതായിരുന്നു, ഇപ്പൊ പണക്കാരനായപ്പോഴത്തേനും സ്വഭാവം മാറി, ജാടയായി. സത്യം പറയുവാണെങ്കിൽ പാവപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് പണക്കാരനാവുന്നത്. കുറച്ച് നല്ല നിലയിലൊക്കെ എത്തുമ്പോഴത്തേനും നമുക്ക് പറ്റുന്ന തെറ്റുകളെല്ലാം അഹങ്കാരമായിട്ട് കാണുന്നെങ്കിൽ എല്ലാവരും അഹങ്കാരികൾ തന്നെയാണ്. അത് ഇപ്പം ഞാൻ ഒരു ഉദാഹരണമായിട്ട് സഹിതം പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പം ഞാൻ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കും. ആ ഒരു കഥയിൽ ഇതിൻ്റെ ഒരു സാരാംശമുണ്ട്. അതായത് പണ്ടൊരു കവി ഇങ്ങനെ ഒരു ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ ഇങ്ങനെ നനഞ്ഞ് ആ ഒരു മണ്ണിൻ്റെ മണമൊക്കെ ആസ്വദിച്ച് മനസ്സ് നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളി ഒരു പുസ്തകം എടുത്തിട്ട് ഒരു 4 വരി കവിത അങ്ങോട്ട് എഴുതുകയാണ്. മഴ പെയ്തു, മണ്ണ് നനഞ്ഞു, മണം പരന്നു, മനം നിറഞ്ഞു എന്ന് 4 വരി കവിത അങ്ങ് എഴുതി വെക്കുകയാണ്. എന്നിട്ട് പുള്ളി ഈ കണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ കവിത എഴുതുന്നത്. ഇത് കാലങ്ങൾ കഴിഞ്ഞ് ഒരു സ്കൂളിൽ ഒരു അധ്യാപികയുടെ കയ്യിൽ, ഒരു ടീച്ചറിൻ്റെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് അവരിങ്ങനെ എടുത്ത് വെച്ചിട്ട് നോക്കിയാണ്. മഴ പെയ്തു എന്നത് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ ആധുനിക മനുഷ്യന്മാരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. മണ്ണ് നനഞ്ഞു എന്നത് വെച്ചാൽ മനുഷ്യന്മാരുടെ മനസ്സ് മൃദുവാകുന്നു എന്നതാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. മണം പരന്നു, അതായത് സമൂഹത്തിൽ നല്ല ചിന്തകൾ പരന്നു എന്നതാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. മനം നിറഞ്ഞു, ഒരു ആത്മീയ ശാന്തി ലഭിച്ചു എന്നതാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ശരിക്കും ഇങ്ങനെ വല്ലതാണ് അവിടെ കവി കണ്ട ഒരു കാഴ്ച, പ്രകൃതി ഭംഗി, ഒരു 4 വരി കവിത ചുമ്മാ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചുമ്മാ വായിക്കാൻ വേണ്ടിയിട്ട് ഒരു കവിത അങ്ങ് എഴുതി വെച്ച്. അതായത് പുള്ളി തന്നെ പറയുന്നുണ്ട്, പുള്ളി ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യം പുറത്തു പോയെന്ന്. പുള്ളിക്കൊരു തെറ്റ് പറ്റി, പുള്ളി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന് വലിയ കാര്യമാണ്. സത്യം പറയുവാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കോമഡിക്ക് യോജിച്ചല്ലായിരുന്നു. പക്ഷെ പുള്ളിക്ക് ആ സമയത്ത് അത് ചിന്തിക്കാൻ പറ്റിയില്ല. പുള്ളി ആ സിറ്റുവേഷനിൽ കോമഡി പറഞ്ഞിട്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കാനാണ് നോക്കിയത്. മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല, എല്ലാവർക്കും അത് പറ്റണമെന്നുമില്ല. പക്ഷെ സിറ്റുവേഷൻ മാറിപ്പോയി. സത്യം പറയുവാണെങ്കിൽ ഇവൻ ആ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ എനിക്കും ആദ്യം എന്തോ പോലെ തോന്നി. പിന്നെ ഞാൻ കുറെ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവനൊരു കോമഡി പറഞ്ഞാണെന്ന്. അതായത് ലൈഫിൽ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ, ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഇവൻ കോമഡി പറയുന്നത് ഞാൻ ഓർത്തില്ല. അപ്പം ഈ പറയുന്ന നിങ്ങൾ തന്നെ കുറേ പേര് പറഞ്ഞു ബന്ധുക്കൾ ഇതെല്ലാം തമാശയായിട്ട് എടുക്കത്തില്ല, അവർ പുതിയ ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞു. ഈ വീഡിയോ ആയിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം തന്നെ അല്ലെങ്കിൽ 20 മിനിറ്റിനകം തന്നെ ആ പെൺകുട്ടി എന്നെ വിളിച്ച് സംസാരിച്ചു, അത് കണ്ടു. എന്നിട്ട് ആദ്യം തന്നെ കണ്ടോ എല്ലാവരും എന്നെ വളരെ സിമ്പിൾ പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞല്ലേ, കണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു പറഞ്ഞു. എന്നിട്ട് അരുൺ ചേട്ടൻ ആൾക്കാർ ഇങ്ങനെ മോശം പറയുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് എന്ത് തോന്നിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, ചേട്ടൻ അത് കാഷ്വലി ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ ടോക്കിൽ സംസാരിക്കുന്ന പോലെ സംസാരിച്ചായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു ശരി നിൻ്റെ വീട്ടുകാർ ഇത് കണ്ടായിരുന്നു, അവർ കണ്ട് അങ്ങനെ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു, അവർക്കത് ചിരിച്ച് എൻജോയ് ചെയ്ത് അവർ ആ ഒരു സെൻസിലാണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അത്രയേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഇൻറ്റൻഷ്യലി ഞാനിപ്പോൾ അവർ മറ്റേ കഴിച്ചതിൻ്റെയൊക്കെ തൂക്കം എടുത്തിട്ട് ഞാൻ അങ്ങനെ കൃത്യമായിട്ട് ടച്ച് കണക്ക് പറഞ്ഞതല്ല എന്നുള്ളത് അവർക്ക് ബോധ്യമായിട്ട്. കേട്ടല്ലോ പെണ്ണിന്റെ വീട്ടുകാരുടെ എക്സ്പ്ലനേഷൻ. അവർക്ക് ഇവനെ നേരത്തെ അറിയാം, ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അത് ഏത് രീതിയിലാണെന്ന് അവർക്കറിയാം. ഇപ്പൊ വീഡിയോ കാണുന്ന ആൾക്കാർ അങ്ങനെ ചിന്തിക്കണമെന്നില്ല, അവർ ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല. പെണ്ണിന്റെ ഫാമിലിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു ഇവൻ എന്തെങ്കിലും കോമഡി ഒപ്പിക്കുമെന്ന്. ഈ വീഡിയോ കണ്ടിട്ട് അവർ എൻജോയ് ചെയ്ത് കണ്ടെന്നാണ് പറയുന്നത്, അല്ലാതെ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവും. കമന്റ് ബോക്സിൽ അത്രയും മോശമായിട്ടുള്ള കമന്റ് ഒക്കെയാണ് വരുന്നത്. വ്യക്തി അധിക്ഷേപം എന്ന് കേട്ടിട്ടില്ലേ, അതുപോലത്തെ കമന്റ് ഒക്കെയാണ് വരുന്നത്. പല ആളുകളും പല ചിന്താഗതിയുള്ള ആളുകളാണ്, അവരിത് കേൾക്കുമ്പോഴത്തേനും പല രീതിയിൽ വ്യാഖ്യാനിക്കാം. പുള്ളി ഡെയിലി ഓരോ സിറ്റുവേഷൻ എടുത്ത് കണ്ടന്റ് ചെയ്യുന്ന പോലെ ഇതും ചെയ്തു. അതിൽ കുറച്ച് കോമഡിയൊക്കെ കൊണ്ടുവന്നിട്ട് ആളുകളെ ചിരിപ്പിക്കാൻ നോക്കി, അത് പാളിപ്പോയി. അതാണ് സംഭവിച്ചത്. സത്യം പറയുകയാണെങ്കിൽ പുള്ളി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ തരാൻ പറയണം, അല്ലാതെ പുള്ളിനെ പോയിട്ട് തെറി പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. പുള്ളി അറിയാതെ ചെയ്ത ഒരു കാര്യമാണെങ്കിലും പുള്ളിയുടെ തെറ്റ് പുള്ളി സമ്മതിക്കുന്നുണ്ട്, അത് വലിയൊരു കാര്യമാണ്. സത്യം പറയുവാണെങ്കിൽ ഇങ്ങനെ ആവശ്യമില്ലാത്തടത്തൊക്കെ പോയി കോമഡി പറഞ്ഞിട്ട് എനിക്ക് ഇതുപോലെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു തെറ്റിന് മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴുള്ള വേദന എനിക്ക് ശരിക്കും അറിയാവുന്നതാണ്. ഗൈസ് എന്തൊക്കെയായാലും എനിക്ക് ഇത്രയൊക്കെ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.